ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ട് 2 റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തേത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 4 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ഒരുവിധം മീഡിയം വലുപ്പമുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒറ്റ കുഞ്ഞതും അല്ല, എന്നാൽ ഒരുപാട് വലിയതും അല്ല കേട്ടോ. അങ്ങനത്തെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ നമുക്ക് കട്ടാക്കി കളയാം. അപ്പം നിങ്ങൾക്ക് സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് സൈഡ് കട്ടാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡ് മുഴുവനും കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിന് വളരെ കുഞ്ഞു പീസായിട്ട് ക്യൂബായിട്ട് ചെറുതായിട്ട് കട്ടാക്കി എടുക്കാം. ഇത് നമുക്ക് 10 മണിക്ക് കുട്ടികൾക്ക് സ്നാക്കായിട്ട് വേണമെങ്കിൽ കൊടുത്തയക്കാം. അതുപോലെ തന്നെ 4 മണിക്ക് സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ചായക്കൊപ്പം കൊടുക്കാനും നല്ലതാണ്. അല്ലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ നേരം വൈകിട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പം ഞാനിത് ഇതേപോലെ ബ്രെഡ് ഇങ്ങനെ ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് എന്താ പറയുക, ഇത്ര ചെറുതാക്കണമെങ്കിൽ കുറച്ച് വലുതാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ട്, നെയ്യിലൊന്നും അല്ല, വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലാതെയും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാത്ത രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത്, ഇതുപോലെ ഒരു പാത്രം എടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിൽ ചേർത്ത് കൊടുക്കാം. പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ആക്കാം, നെയ്യോ ബട്ടറോ വേണമെങ്കിൽ അതും യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഒരു മീഡിയം വലുപ്പമുള്ള സവാള ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ആവശ്യത്തിന് സവാള വാടാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ചുവന്ന് മൂത്തൊന്നും വരേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി. ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ എരിവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നിറച്ച് മീറ്റ് മസാലയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മീറ്റ് മസാല, ചിക്കൻ മസാല, ഏത് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, വേറൊരു പൊടികളും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള തക്കാളി ചെറുതായിട്ടൊന്ന് കട്ടാക്കി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ പൊടികളുടെ പച്ചക്കുത്തൊന്ന് പോയതിന് ശേഷം മാത്രം ചേർത്താൽ മതി. പൊടികൾ ചേർക്കുന്ന സമയം ലോ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. ഇവിടെ തക്കാളി ഇട്ടിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. സ്വീറ്റ് ആൻഡ് സ്പൈസി ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും, കുറച്ച് ചെറിയൊരു എരിവും ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് കൂടെ ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയില ചേർക്കുന്നുണ്ട്, അതല്ലാതെ ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അരവ് ഈ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് നീക്കി വെക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 കോഴിമുട്ടയാണ്. മുട്ടയുടെ അളവ് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നിങ്ങളെടുക്കുന്ന ബ്രെഡിനും നിങ്ങളുടെ ടേസ്റ്റിനും അനുസരിച്ച് മുട്ടയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ആ മുട്ടയിലേക്ക് ആവശ്യമായ 1 പിഞ്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില കയ്യിലില്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചേർക്കുക, കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. ഇനി ഒരു 10 സെക്കൻഡൊക്കെ മുട്ട അങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ മുട്ട നല്ല പീസായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. മുട്ട വല്ലാതെ പറ്റ ഉടഞ്ഞു പോകൂല, ഈ രീതിയിൽ കിട്ടും. നമുക്ക് ഇത് ബ്രെഡിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ രീതിയിൽ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പറ്റ കുഞ്ഞ് ആയിട്ട് നല്ല ഉടഞ്ഞങ്ങ് പോകും. മുട്ട ഒഴിച്ച ഉടനെ നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇനി ഇതെല്ലാം പാടെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഫ്ലെയിം ലോയിലാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. കണ്ടോ, അപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. മുട്ട നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ അങ്ങോട്ട് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇനി സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. നിങ്ങൾക്ക് 4 മണിക്ക് കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്താണെങ്കിലും കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ.
എല്ലാ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഐറ്റം കൂടിയാണ്. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാൻ അടുത്ത റെസിപ്പി നമുക്ക് ഏതാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 6 പീസ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ഞാൻ ഇതുപോലെ സൈഡെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ കട്ടാക്കി എടുത്തിട്ടുള്ള ബ്രെഡിനെ ഇതേപോലെ കോണായിട്ടൊന്നും കൂടി ഒന്ന് കട്ടാക്കി എടുക്കാം. കണ്ടോ, ഈ രീതിയിലൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബ്രെഡും അതുപോലെ തന്നെ ഒന്ന് കട്ടാക്കി എടുക്കാം. ഇത് മുഴുവനും ഞാൻ ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാൻ എടുത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരുന്ന ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ പകരം നെയ്യും യൂസ് ചെയ്യാവുന്നതാണ്. നെയ്യും ഇല്ലെങ്കിലും ഏതെങ്കിലും ഓയിൽ എടുത്താൽ മതി. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, വെളിച്ചെണ്ണ തീരെ എടുക്കരുത്, ഒരു രസവും ഉണ്ടാവില്ല. ഇനി ഇത് ഈ ബട്ടറിൽ കിടന്നിട്ട് നമ്മുടെ ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ഒട്ടും കരിഞ്ഞു പോകുകയും ചെയ്യരുത്. ബട്ടർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സാധനമാണ്. ഹൈ ഫ്ലെയിമിലിട്ടാൽ ബട്ടർ പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോയാൽ ഒരു കറുത്ത കളറാക്കാരം ബട്ടർ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ബട്ടർ ഉരുകുന്നതിന് ഒരു കറുത്ത കളറും ഒരു പുകച്ചൂര ഉണ്ടാവും. അപ്പോൾ അതില്ലായിരിക്കാൻ ചെറിയ ഫ്ലെയിമിലിട്ട് മാത്രം ഇതുപോലെ ഒന്ന് മൊരിയിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡ് കൂടി നമുക്കിതുപോലെ ഒന്ന് മൊരിയിപ്പിച്ച് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ലിറ്റർ പാല്. ഈ പാല് ഞാൻ ഇത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് ജസ്റ്റ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് എന്താ പറയുക കുങ്കുമപ്പൂ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ടേസ്റ്റാണ്. ചേർത്താൽ ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വാനില ഫ്ലേവറിൻ്റെ കസ്റ്റേർഡ് പൗഡറാണ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് പാൽ കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ പാലേ ഉള്ളൂ കേട്ടോ. അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമ്മുടെ പാലിപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത് കട്ടകളില്ലാതെ തന്നെ മിക്സാക്കി എടുക്കുക. പിന്നെ ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് കസ്റ്റർഡ് പൗഡർ പെട്ടെന്ന് തന്നെ അടിയിൽ ഇങ്ങനെ കട്ട പോലെ നിൽക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മിൽക്ക് മെയ്ഡ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കുകയും അടിയിൽ ഇങ്ങനെ കട്ടി ആയാൽ കങ്ങിയാൽ ഒരു പുകച്ചൂരയും വരും. അത് ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. അടി പെട്ടെന്ന് അങ്ങോട്ട് കട്ട കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് സമയം എടുത്ത് ഇതൊന്ന് റെഡിയാക്കി ഒരു 5-6-7 മിനിറ്റൊക്കെ കൊണ്ട് റെഡിയാക്കി ഇട്ടിക്കോളും. അപ്പോൾ ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കുറുകിയ വന്നാൽ മതിയാകും. 1/2 ലിറ്റർ പാലിൽ 2 ടേബിൾ സ്പൂൺ നിറച്ച് കസ്റ്റർഡ് പൗഡർ കറക്റ്റ് പാകമാണ് കേട്ടോ. കുറച്ച് ഏലക്കാപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ചൂടുണ്ട്, നല്ല കട്ട ചൂടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിവിടെ എന്താ പറയുക ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല മൊരിഞ്ഞിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ കസ്റ്റർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കഴിക്കാൻ താല്പര്യം, ഒരു പാത്രത്തിലെല്ലാം പാടിട്ടിട്ട് കുറച്ച് ഇത് കസ്റ്റർഡ് ഒഴിച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം, ചൂടോടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തും എടുക്കാം. അത് ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. നിങ്ങളുടെ കസ്റ്റർഡ് മിക്സിലേക്ക് വേണമെങ്കിലും പിന്നെ എന്താ പറയുക ഈ നട്ട്സൊക്കെ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാത്രത്തിലൊക്കെ സെർവ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നല്ല തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ബ്രെഡ് ഇതിൽ കിടന്ന് കുതിർന്നിട്ട് എടുത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ 2 റെസിപ്പിയിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്ന് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനാരും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ലൈക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ലൈക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തിരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 2 റെസിപ്പിയിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും
എല്ലാവർക്കും നന്ദി, നമസ്കാരം.